നമസ്കാരം. തമിഴ്നാടിനെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ടാണ് സൂപ്പർ താരം ദളപതി വിജയ് രാഷ്ട്രീയ പ്രവേശനം നടത്തിയത്. ഇനി തങ്ങൾക്കൊരു എതിരാളികളില്ലെന്ന് വിചാരിച്ച DMKക്ക് വലിയ തിരിച്ചടിയായിരുന്നു വിജയുടെ എൻട്രി. ഇപ്പോഴത്തെ വിജയ് തന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചാരണ റാലി നടത്തുന്നതിനിടെ നടന്ന സംഭവമാണ് വൈറലായിരിക്കുന്നത്. വഴിയരികിലെ മരത്തിന്റെ മുകളിൽ നിന്നും അദ്ദേഹത്തിന്റെ പ്രചരണ വാഹനത്തിലേക്ക് ആരാധകൻ കുതിച്ചു ചാടുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറൽ ദൃശ്യം. ഇതോടെ സോഷ്യൽ മീഡിയയിൽ ആരാധകനെ വിമർശിച്ചും അനുകൂലിച്ചും നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കാട്ടുന്ന ആരാധകർക്ക് തലച്ചോറുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. സംഭവം ആസൂത്രിതമാണോ എന്ന സംശയവും പലരും ഉന്നയിക്കുന്നുണ്ട്. വിജയ് തന്റെ വാഹനത്തിന് ചുറ്റും തടിച്ചുകൂടിയിരുന്ന വലിയ ജനക്കൂട്ടത്തെ കൈവീശി കാണിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. അതിന്റെ പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ട് വിജയ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ആരാധകൻ മരത്തിൽ നിന്നും തന്റെ വാഹനത്തിലേക്ക് ചാടുന്നതാണ് കാണുന്നത്. ഒന്ന് ഞെട്ടി അദ്ദേഹം തൊട്ടടുത്ത നിമിഷം ആരാധകനെ എഴുന്നേൽപ്പിക്കാൻ സഹായിക്കാൻ തുനിയുന്നതുമൊക്കെ ദൃശ്യത്തിൽ വ്യക്തമാണ്. നടൻ പാർട്ടി നിറമുള്ള ഒരു ഷാൾ ഇയാൾക്ക് നൽകുകയും ചെയ്തു. എന്നാൽ ഇതോടെ മറ്റൊരു ആരാധകനും അദ്ദേഹത്തെ കാണാൻ വാഹനത്തിലേക്ക് വലിഞ്ഞു കയറാൻ ശ്രമം നടത്തി. കൂടുതൽ പേർ വാഹനത്തിലേക്ക് കയറുന്നത് തടയാൻ അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതിനിടെ വിജയ് വാഹനത്തിനുള്ളിലേക്ക് പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. പലതരത്തിലുള്ള കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത്. ഇതെന്തൊരു വിഡ്ഢിത്തമാണെന്നും രാഷ്ട്രീയക്കാരനായി മാറിയ നടനെ കാണാൻ മഠത്തിൽ നിന്നും വാനിലേക്ക് ചാടുന്നത് എന്തൊരു മണ്ടത്തരമാണ് എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ വരുന്നുണ്ട്. മാത്രമല്ല, ഇത് ആസൂത്രിതമാണെന്ന് തോന്നുന്നു എന്നായിരുന്നു മറ്റൊരു പ്രതികരണം. ഭ്രാന്താണിതെന്നും പോക്കിരിയിലെ വിജയുടെ രംഗം യഥാർത്ഥ ജീവിതത്തിൽ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് ആരാധകനെന്നുമൊക്കെ തമാശയോടെ നിരവധി ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. അതേസമയം തമിഴ്നാട്ടിൽ രാഷ്ട്രീയ സംഭവങ്ങൾ ഇങ്ങനെ മാറി മറിയുകയാണ്. തമിഴ്നാട് മന്ത്രിസഭയിൽ അഴിച്ചുപണിയുടെ സമയമാണ്. വിവാദങ്ങളിൽപ്പെട്ട മന്ത്രി സെന്തിൽ ബാലാജിയും കെ പൊന്മുടിയും മന്ത്രിസഭയിൽ നിന്നും പുറത്തായി. സുപ്രീം കോടതിയുടെ അന്ത്യശാസനത്തിന് പിന്നാലെയാണ് ബാലാജി ഒഴിവാക്കിയിരിക്കുന്നത്. രാജിവെച്ചില്ലെങ്കിൽ ജാമ്യം റദ്ദാക്കുമെന്ന് കോടതി അന്ത്യശാസനം നൽകിയിരുന്നു. നാളെ ഉച്ചയ്ക്കാണ് സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നത്. കെ പൊന്മുടിക്ക് വിനയായത് ഹൈന്ദവ വിഭാഗത്തെക്കുറിച്ചുള്ള അശ്ലീല പരാമർശമായിരുന്നു. കോടതി നയം കടുപ്പിച്ചതോടെയാണ് വിശ്വസ്തരെ കൈവിടാൻ സ്റ്റാലിൻ നിർബന്ധിതനായിരിക്കുന്നത്. അഴിമതി ആരോപണത്തിൽ കുടുങ്ങിയ സെന്തിൽ ബാലാജിയുടെ പടിയിറക്കം ഏറെ വിവാദങ്ങൾക്കിടെയാണ്. അസമയം കന്യാകുമാരിയിൽ നിന്നുള്ള MLA മനോ തങ്കരാജ് വീണ്ടും മന്ത്രിയാകും. സത്യപ്രതിജ്ഞ നാളെ വൈകിട്ട് രാജ്ഭവനിൽ വെച്ച് നടത്തും. മന്ത്രിസ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ കള്ളപ്പണക്കേസിലെ ജാമ്യം റദ്ദാക്കുമെന്ന് സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകിയതോടെയാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ കരുത്തനായ സെന്തിൽ ബാലാജിയുടെ മന്ത്രി പദവി തുലാസിലായത്. മന്ത്രിസ്ഥാനം വേണോ സ്വാതന്ത്ര്യം വേണോ എന്ന് തിങ്കളാഴ്ച അറിയിക്കണമെന്നായിരുന്നു കോടതിയുടെ പരാമർശം. മന്ത്രിയല്ലെന്നും സാക്ഷികളെ സ്വാധീനിക്കില്ലെന്നും കോടതിയിൽ അറിയിച്ച് ജാമ്യം തേടിയതിന് പിന്നാലെ മന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആശങ്കപ്പെടുത്തുന്നതാണെന്നാണ് കോടതിയുടെ നിരീക്ഷണം. കേസ് തമിഴ്നാടിന് പുറത്തേക്ക് മാറ്റാമെന്ന് ബാലാജിയുടെ അഭിഭാഷകനായ കപിൽ സിബൽ നിർദ്ദേശിച്ചെങ്കിലും കോടതി വഴങ്ങിയിരുന്നില്ല.